നമസ്കാരം. പഞ്ചാബ് vs ലക്നോ മാച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ശ്രേയസ് അയ്യർ ഒരു സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മുന്നിലേക്ക് വെക്കുകയാണ് ഈ വർഷം IPL. അതായത് കഴിഞ്ഞ വർഷം കപ്പടിച്ചത് വേറെ ആർക്കും ക്രെഡിറ്റ് കൊടുക്കേണ്ട, എനിക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് അതിലുണ്ട് എന്ന് ശ്രേയസ് അയ്യർ നല്ല ബോൾഡായിട്ട് പറയുകയാണ്. കാരണം ഇന്നത്തെ മാച്ച് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻസി ആയിരുന്നു, ബ്രില്യൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് പഞ്ചാബിൻ്റെ സൈഡിൽ നിന്ന്, ഒരു രക്ഷയില്ലാത്ത മാച്ച്. ലക്നോ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഫസ്റ്റ് ബോളിൽ തന്നിട്ട് മിച്ചൽ മാർഷ് ഔട്ടായി. കഴിഞ്ഞ മാച്ചിൽ നമ്മൾ പറയുകയാണെങ്കിൽ മിച്ചൽ മാർഷും നിക്കോളസ് പൂർണ്ണും കളിച്ചില്ല എന്നുണ്ടെങ്കിൽ LSGയുടെ ബാറ്റിംഗ് കുറച്ച് വീക്കാണെന്നുള്ളത് അത് ഇന്ന് നമ്മൾ കറക്റ്റായിട്ട് കണ്ട്. അവർ രണ്ടുപേരും പൂർണ്ണൻ കളിച്ചു, പക്ഷേ മിച്ചൽ മാർഷിൻ്റെ ആ ഒരു ഇന്നിങ്സ് സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് തിന്നായിട്ട് അവരുടെ ബാറ്റിംഗ് മാറിയത് ഇന്ന് നമ്മൾ കണ്ടു. പിന്നെ അവരെ സംബന്ധിച്ചൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ മാർക്രം എന്നൊരു ചെറിയ ഗ്ലിംസ് കാണിച്ചു. നല്ലൊരു ഫോമിൻ്റെ അത്യാവശ്യം നല്ല 1-2 ഷോട്ട്സ് ഒക്കെ അടിച്ചു. ഒരു അപ്പർ കട്ടിലൊരു പോയിന്റിലെ മുകളിൽ കൂടെ ഒരു 6 ഒക്കെ അടിച്ചു. അതൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ഓപ്പണിങ്ങിൽ മാർക്കം കൂടെ ഫോമിലേക്ക് വരുമെന്നുള്ളത്. ഇനി മിഡിൽ ഓർഡറിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രശ്നം വളരെ ഗുരുതരമാണ്. ഋഷഭ് പന്തിന് ഫോമേ കണ്ടെത്താൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ ഇപ്പോൾ ബധോനി ഇന്ന് നന്നായിട്ട് കളിച്ചു, അതുപോലെ തന്നെ സമദ് ഒരു നല്ലൊരു ഇന്നിങ്സ് കളിച്ചു. പക്ഷേ അതൊന്നും പോരാ. ഇപ്പോൾ ബാക്കിയുള്ള ടീമിലേക്കൊക്കെ നോക്കുമ്പോൾ നല്ല കോമ്പറ്റീറ്റീവ് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ക്രിക്കറ്റ് അല്ലെങ്കിൽ നല്ലൊരു ചേസൊക്കെ വരുവാണെങ്കിൽ ഈ ഒരു മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ലോവർ മിഡിൽ ഓർഡർ പോരാന്നുള്ളതാണ് ഇന്നത്തെ മാച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. അർഷ്ദീപും ഫർഗൂസനും വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തിട്ടാണ് അവർക്ക് ആ പവർ പ്ലേയിൽ ആദ്യത്തെ 2 വിക്കറ്റ് കിട്ടുന്നത്. പിന്നീട് ഒരു 5ാമത്തെ ഓവറിൽ ഋഷഭ് പന്ത് വന്നപ്പോൾ നേരെ മാക്സ്വെല്ലിൽ കൊണ്ടുവന്ന ഈ ഒരു മൂവ് ഉണ്ടല്ലോ ശ്രേയസ് അയ്യറിൻ്റെ, അത് ബ്രില്യൻ്റ് ആയിരുന്നു. ആ ഒരു വിക്കറ്റും അതുപോലെ തന്നെ 2 ലെഫ്റ്റ് ഹാൻഡർ വന്നപ്പോഴത്തേക്ക് നേരെ മാക്സ്വെൽ വന്നു. കറക്റ്റ് ഋഷഭ് പന്ത് ഫോമിലും അല്ലാത്തതുകൊണ്ട് എന്ത് അൺലക്കിയാണോ കറക്റ്റ് ആ ഒരു ഫീൽഡറിൻ്റെ കയ്യിലേക്ക് അടിച്ചിട്ട് ഋഷഭ് പന്ത് ഔട്ടായി. അതുപോലെ തന്നെ പിന്നീടൊന്ന് അവരൊന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന സമയത്താണ് ഈ ബധോനിയും പൂർണ്ണും ഇങ്ങനെ കളിച്ചു വന്ന സമയത്താണ് പൂർണ്ണ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചാഹലിനെ കൊണ്ടുവരുന്നത്. ചാഹൽ ഫസ്റ്റ് ഓവർ എക്സ്പെൻസീവ് ആയിട്ട് പോലും വീണ്ടും ഒരു ഓവറും കൂടെ കൊണ്ടുവന്നിട്ട് ചാഹൽ എന്തുകൊണ്ടാണ് വിക്കറ്റ് ടേക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീമിനെന്നുള്ളത് ചാഹൽ പ്രൂവ് ചെയ്തു. അത് കറക്റ്റായിട്ട് യൂസ് ചെയ്തു ശ്രേയസ് അയ്യർ. ആ വിക്കറ്റ് പൂർണ്ണ എടുത്തു. അതോടെ വീണ്ടും അവരുടെ ആ ഒരു റൺ റേറ്റ് ഇങ്ങനെ കുറഞ്ഞു വന്നു. പിന്നീട് ഒരു നോർമൽ രീതിയിൽ അവർക്ക് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. മില്ലർ പ്രതീക്ഷ രീതിയിൽ പെർഫോം ചെയ്യില്ല എന്നുള്ളത് LSGയെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഇന്ന് ആ അബ്ദുൾ സമദ് കളിച്ചൊരു ഇന്നിങ്സ് കൊണ്ടാണ് അവർക്കൊരു ഡീസൻറ്റ് സ്കോറിലേക്ക്. അബ്ദുൾ സമദ് ഒരു ഷോട്ട് കളിച്ചു ബാക്കിലേക്ക്, ഒരു രക്ഷയത്തില്ല. എന്തോ ഇന്നോവേഷൻ ആണെന്ന് അറിയില്ല. ഓഫ് സൈഡിൽ പോയിട്ട് നേരെ ഫൈൻ ലെഗിലേക്ക് സ്കൂപ്പ് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് കാണുന്നത്. ഒരു രക്ഷയില്ല. ഒരു പെർഫെക്റ്റ് ടൈമിങ്, ഒരു ഇംപ്രവൈസേഷൻ്റെ ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഷോട്ട്. ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഷോട്ട്. പഞ്ചാബിൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രഭ്സിമൻ സിംഗ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു. 69 റൺ അടിച്ചു, 34 ബോള്. അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ ആസ് യൂഷ്വൽ കഴിഞ്ഞ മാച്ചിലെ പോലെ തന്നെ 52 റൺ അടിച്ചു, 30 ബോളിൽ. അതുപോലെ നേഹൽ വധേരെ ഇമ്പാക്ട് സബായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു 43 വന്ന് നേഹൽ വധേരെ 43 റൺ അടിച്ചു. അപ്പോൾ അവരുടെ ആ ഒരു ടോപ്പ് ഓർഡർ വളരെ സ്ട്രോങ് ആണെന്ന് അവർ വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒരു മിഡിൽ ഓർഡറിലേക്ക്, ലോവർ മിഡിൽ ഓർഡറിലേക്ക് ടെസ്റ്റ് ചെയ്യപ്പെടാനുണ്ട്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ കളിക്കാൻ പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി ഈ മാച്ചിൻ്റെ ഒരു 3 ഫേസുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്നോ പവർ പ്ലേയിൽ അടിച്ചത് 39 റണ്ണാണ് 3 വിക്കറ്റിൽ. അവിടെയാണ് അവർ തകർന്നു പോയത്. പിന്നീട് ഒരു 14 ഓവറായപ്പോൾ മിഡിൽ ഫേസ് കഴിഞ്ഞപ്പോൾ 108 റൺ അടിച്ചു 4 വിക്കറ്റ് നഷ്ടത്തിൽ. അതിനുശേഷം 171 7 വിക്കറ്റ് നഷ്ടത്തിൽ ഫിനിഷ് ചെയ്തു. അവിടെ ക്രൂഷ്യലായിട്ടുള്ള വിക്കറ്റ് ഒരു പൂറൻ്റെ വിക്കറ്റ്, അതുപോലുള്ള വിക്കറ്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. മില്ലറിന് ഫയർ ചെയ്യാൻ പറ്റിയില്ല, അതുപോലെ തന്നെ വേറെ ആർക്കും അങ്ങനെ ഒരു വലിയൊരു ഫയർ വർക്ക് നടത്താൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു സ്കോറിലേക്ക് അവർക്ക് എത്തേണ്ടി വന്നത്. പഞ്ചാബിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വേറിയില്ലായിരുന്നു. പ്രഭ്സിമൻ സിംഗ് നന്നായിട്ട് ബാറ്റ് ചെയ്തു. അവരുടെ പവർ പ്ലേ അതുകൊണ്ട് തന്നെ 62 റൺ അടിച്ചു 1 വിക്കറ്റ് നഷ്ടത്തിൽ. പിന്നീട് ഒരു 14ാമത്തെ ഓവർ ആയപ്പോഴത്തേക്ക് 143, പിന്നീട് 177 അവർ ഈസിയായിട്ട് ചേസ് ചെയ്യുന്നതാണ് കണ്ടത്. ലക്നോൻ്റെ കഴിഞ്ഞ മാച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷർദുൽ താക്കൂർ പെർഫോം ചെയ്തില്ല. ഇന്നത്തെ ഷർദുൽ താക്കൂറാണ് കഴിഞ്ഞ 2 മാച്ചിൽ അവർക്ക് ബ്രേക്ക് ത്രൂ കൊടുത്തത്. ഇന്ന് ആ പെർഫോമൻസ് വന്നില്ല. ആവേശ് ഖാനും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ പെർഫോം ചെയ്തില്ല. ആകെ ബോൾ ചെയ്തത് ദിഗ്വേഷ് എന്ന് പറഞ്ഞ ബോളറാണ്. അത് സെൻഡ് ഓഫ് കൊടുത്ത പയ്യന് സെൻഡ് ഓഫ് കൊടുത്തൊരു സെലിബ്രേഷനൊക്കെ നടത്തിയ പയ്യൻ. അത് മാത്രമാണ് 2 വിക്കറ്റ് ഇട്ടത്. ആ 2 വിക്കറ്റ് മാത്രമേ പോയിട്ടുള്ളൂ. ആദ്യത്തെ 2 മാച്ചിൽ ഷർദുൽ താക്കൂർ പെർഫോം ചെയ്ത ആ ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു ഇതുണ്ടായത്. പക്ഷേ എപ്പോഴും അത് നടക്കുമെന്നുള്ളത് ഇന്നത്തെ മാച്ച് കാണുമ്പോൾ നമുക്ക് തോന്നും. അതുപോലെ തന്നെ അവരുടെ മാങ്കിയാദവ് പോലുള്ള ബോളേഴ്സ് തിരിച്ചു വന്നാലേ ഇനി ആ ഒരു സ്ട്രൈക്ക് ബോളിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം അവർക്ക് ഉണ്ടാകത്തുള്ളൂ. തീർച്ചയായിട്ടും വെറി ചെയ്യുന്നൊരു സംഭവം തന്നെയാണ് LSGയെ സംബന്ധിച്ച്. മറു സൈഡിൽ പഞ്ചാബ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമ്മൾ ഒരു ടേബിളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിലുള്ളത് ഇത്രയും വർഷം IPL ഏറ്റവും താഴെ ഉണ്ടായിരുന്ന ടീമുകളാണ്. പഞ്ചാബ്, DC, RCB ആണ് ഏറ്റവും ടോപ്പിൽ. ഇങ്ങനെയുള്ള ടീമുകൾ ഒക്കെയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഗുജറാത്ത്,
അപ്പോൾ ബാക്കിയുള്ള പേര് കേട്ട ടീമുകളൊക്കെ ഇങ്ങ് താഴെയാണ്. പ്രത്യേകിച്ചും പഞ്ചാബിൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ട തന്നെയാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസി എന്തുമാത്രം ഇമ്പാക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം KKRൽ കപ്പെടുത്തപ്പോൾ ഉണ്ടായിരുന്നുള്ളത് നമുക്ക് ഈ 2 മാച്ചിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മുന്നോട്ടുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. പക്ഷേ 2 മാച്ചിലെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. അവരൊരു ടീമായിട്ട് അല്ലെങ്കിൽ ഒരു പവർഫുൾ ഒപ്പോണൻ്റായിട്ട് ഏതൊരു ടീമും കളിക്കുമ്പോൾ ഇവരുടെ കൂടെ കളിക്കുമ്പോൾ പഴയ ഒരു പഞ്ചാബിൻ്റെ കിട്ടി പോയാൽ പോയി എന്നുള്ളൊരു സെറ്റപ്പ് അല്ല. ഒരു സ്ട്രോങ് ഒരു ടീം തന്നെയാണ് പഞ്ചാബ്. ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ശ്രേയസ് അയ്യർ ആൻഡ് റിക്കി പോണ്ടിങ്. ആ ഒരു കോമ്പിനേഷൻ പണ്ട് ഡൽഹിയിൽ അവർ റിസൾട്ട് കൊണ്ടുവന്നതാണ്, ഫൈനൽ വരെ എത്തിയതാണ്. സോ ആ ഒരു കോംബോ വീണ്ടും വർക്ക് ചെയ്യാണ് പഞ്ചാബിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതൊക്കെയാണ് പഞ്ചാബ് vs ലക്നൗ മാച്ചിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ പങ്കുവെക്കുക. കൂടുതൽ വീഡിയോയ്ക്ക് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ ബൈ.